പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ നമ്മൾ നാളെ എഴുതാൻ പോവുകയാണ്. ഇതൊരു പുതിയ തുടക്കമാണ്. 10ാം ക്ലാസ്സിൽ ഹിസ്റ്ററിയിൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഈ ഒരു ചോദ്യം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനാദ്യം എന്ത് ചെയ്യണം? കുറച്ച് സമയം മാത്രം നാളെ പരീക്ഷയ്ക്ക് ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാ, നിങ്ങൾ കണ്ടോളൂ. എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, എങ്ങനെയൊക്കെ ഉത്തരം എഴുതണം, അതുപോലെ തന്നെ വൺ വേർഡ് എങ്ങനെ പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. നോക്കണം നിങ്ങൾ. ആദ്യം ഒന്നാമത്തെ ചോദ്യം. ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ ഒരു ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇത് ഇംഗ്ലീഷിലാണ് ഇതുള്ളത്, മലയാളത്തിലും നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇവിടെ സാധാരണ ഈ ഒരു ചോദ്യം ഡയറക്റ്റായിട്ട് നമുക്കൊക്കെ കാണാതെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഏത് കുട്ടിയോട് ചോദിച്ചാൽ പറയുന്ന ഒരു ഭാഗമാണെന്ത്? റിനൈസൻസിൻ്റെ ഫീച്ചേഴ്സ്, നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ. ഇത് രണ്ട് രീതിയിലാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഒന്ന് ഡയറക്റ്റായിട്ട് നേരിട്ട് ചോദിക്കും, നവോത്ഥാനത്തിൻ്റെ സവിശേഷത എന്ത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് എന്ന് ചോദിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ ഓരോ പോയിന്റ് നമുക്ക് ഇങ്ങനെ സിമ്പിളാക്കിയിട്ട് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക, നമുക്കറിയാം റിനൈസൻസ് എന്ന് പറഞ്ഞാൽ, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ യൂറോപ്പില് 14th സെഞ്ച്വറിയിൽ 14ാം നൂറ്റാണ്ടിലുണ്ടായ ചേഞ്ചിനെയാണ് എന്തെന്ന് പറയാ, നവോത്ഥാനം എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു ചോദ്യം ഇങ്ങനെ പ്രതീക്ഷിക്കാം. യൂറോപ്പിൽ 14th സെഞ്ച്വറിയിൽ 14ാം നൂറ്റാണ്ടിലുണ്ടായ ചേഞ്ചസിൻ്റെ പ്രത്യേകത എന്ത്, ചേഞ്ചസിൻ്റെ ഫീച്ചേഴ്സ് എന്ത്. റിനൈസൻസ് എന്ന് നേരിട്ട് തരാതെ റിനൈസൻസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് അതിൻ്റെ പ്രത്യേകത ചോദിക്കും. ഒരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, യൂറോപ്പിലെ റിനൈസൻസിൻ്റെ ഫീച്ചേഴ്സ് എന്താന്ന്. കുട്ടികൾക്ക് പല ആളുകളും ഉത്തരം എഴുതിയിട്ടില്ല. ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നാണ് പലരും പറയുന്നത്. കാരണം യൂറോപ്പിലെ റിനൈസൻസ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഈ റിനൈസൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, യൂറോപ്പിലെ 14ാം നൂറ്റാണ്ടിൽ നടന്ന മാറ്റത്തിൻ്റെ പ്രത്യേകതയാണ് എന്ത്, ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഇത് നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾ പഠിച്ചതാണിത്. ഇനി നോക്കണേ നിങ്ങൾ, അടുത്തൊരു ഭാഗമാണ് ഈ ഒരു വൈ റിനൈസൻസ് ഇൻ ഇറ്റലി. നാളത്തെ ഒരു എസ്സേയിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്, വൈ റിനൈസൻസ് ഇൻ ഇറ്റലി എന്ന്. എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിലെന്ന് ഈ ഒറ്റ ചോദ്യം എങ്ങനെ എസ് ചെയ്തു മക്കളെ? നിങ്ങൾ എങ്ങനെ എസ് ചെയ്ത? അവിടെ കുറച്ച് ഈ ചോദ്യം വരുമ്പോൾ അടിയിൽ ഹിൻസ്, സൂചകങ്ങളുണ്ടാവും. സൂചകങ്ങളൊന്ന് പ്ലേഗ് തരും. എന്ത് തരും? പ്ലേഗ് തരും. അതേപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ തരും. അതേപോലെ തന്നെ കൊമേഴ്സ്യലൈസേഷൻ തരും. അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ താഴെ തന്നിട്ടായിരിക്കും എസ് എ ചോദിക്കുക. അപ്പോൾ എന്തുകൊണ്ട് റിനൈസൻസ് ഇറ്റലിയിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത്? പ്ലേഗ് വന്നത്, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്, കൊമേഴ്സ്യലൈസേഷൻ വന്നത്. ഇതൊക്കെയാണ് എന്തിനുള്ള കാരണം. അതുപോലെ ക്രൂസൈഡ്, കുരിശുയുദ്ധം, ഇതൊക്കെയാണ് റിനൈസൻസ് എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. അത് എസ് എ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ 2 മാർക്കിന് ചോദിക്കാം. അങ്ങനെ 2 മാർക്കിന് സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഇവിടെ നോക്കണേ. ഒന്ന് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗമാണ്. കൊമേഴ്സ്യലൈസേഷൻ അല്ലെങ്കിൽ വാണിജ്യവൽക്കരണം. എന്താണ് വാണിജ്യവൽക്കരണം എന്ന് പറയുന്ന ഭാഗം? കൊമേഴ്സ്യലൈസേഷൻ പറയുമ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥ തകർന്നു, ഡിസൻറ്റിഗ്രേഷൻ ഓഫ് ദ മിഡീവൽ ഫ്യൂഡലിസം. അത് തകർന്നപ്പോൾ എന്ത് വന്നു? പുതിയ ന്യൂ വെൽത്തി ക്ലാസ്, സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളുകൾ വന്നു. അങ്ങനെ കഴിവുള്ള ആളുകൾ വന്ന ആളുകളാണ് ആരൊക്കെ? ഈ പ്രദേശത്തുള്ള ആൾക്കാർ. ഏതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്ന് പറയുന്നത്? ഇത് ബോക്സ് ആയിട്ട് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കേ. നിങ്ങൾ നോക്കുക, ഫ്ലോറൻസ്, ഫ്ലോർ തുടക്കാൻ മടിച്ചാണ് അല്ലേ? ഫ്ലോർ തുടക്കാൻ മടിച്ചാണ്. അത് നമുക്ക് കോഡ് വെച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ കോഡ് വെച്ച് പഠിക്കല്ല, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ചാപ്റ്റർ നമുക്ക് കോഡ് വെച്ചൊക്കെ എന്ത് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഇത് കഴിഞ്ഞ പബ്ലിക് പരീക്ഷ നമുക്ക് നീളം പൊളിക്കണം. ഇത് നാളത്തെ പരീക്ഷ പൊളിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ? പൊളിക്കാൻ മീൻസ് എന്താ? നന്നായിട്ട് എഴുതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നോക്കുക, ഇനി അടുത്ത് നോക്കണം മക്കളെ, ഈ ക്രൂസൈഡ്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ നമ്മൾ പിന്നീട് പറയും. നമുക്ക് നാളത്തെ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ ഇവിടെ ബ്ലാക്ക് ഡെത്ത് നോക്കണുണ്ടോ? പ്ലേഗിൻ്റെ ഭാഗം നോക്കണേ, പ്ലേഗിൻ്റെ ഭാഗം. ഇനി ഇവിടെ നമ്മൾ ട്വിസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. ഇവിടെ നോക്കണം, ഈ ചോദ്യം നാളെ കാണാൻ പറ്റും.
1453 നോക്കണേ. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷമാണിത് 1453 അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ നോക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഇറ്റലി ഇന്റലക്ച്വലായി മാറാൻ കാരണം, ഒരു വൈജ്ഞാനിക കേന്ദ്രമായി മാറാനുള്ള കാരണം എന്താ? അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ അവിടെ സ്കോളേഴ്സ് എന്ത് ചെയ്തു? എങ്ങോട്ട് സഞ്ചരിച്ചു? ഇറ്റലിയിലേക്ക് വന്നപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഇറ്റലിയിലേക്ക് എത്തി. ഇറ്റലി എന്തായിട്ട് മാറി? ഒരു നോളജിൻ്റെ സെൻ്ററായിട്ട് മാറി. ഇതൊരു 2-3 മാർക്കിന് എന്ത് ചെയ്യും? പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണിത്, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അതുപോലെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡിൽ പ്രതീക്ഷിക്കാം. 1453. റെഡിയാണല്ലോ? റെഡിയാണ്. ഇനി ഇവിടെ ടിസ്റ്റ് ചോദ്യമുണ്ട് ഇവിടെ, നോക്കണേ. സ്കൊളാക്റ്റിസം നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണ്. സ്കൊളാക്റ്റിസവും അതേപോലെ തന്നെ ഹ്യൂമാനിസവും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, മാനവികതയും സ്കൊളാക്റ്റിസവും. ഇവിടെ രണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മിഡീവൽ കാലഘട്ടമുണ്ട്, മോഡേൺ കാലഘട്ടമുണ്ട്. ഈ മിഡീവൽ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടം, മോഡേൺ കാലഘട്ടം എന്ന് പറഞ്ഞാൽ റിനൈസൻസിൻ്റെ കാലഘട്ടം, പുതിയ കാലഘട്ടം. ഈ മിഡീവൽ കാലഘട്ടം, മോഡേൺ കാലഘട്ടം, റിനൈസൻസ് പീരീഡും. ഈ റിനൈസൻസ് പീരീഡിലെ ആശയമാണ്, ഐഡിയോളജിയാണ് എന്ത്? ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത്. എന്താണ് മാനവികത എന്ന് പറയുന്നത്? ഇത് റിനൈസൻസ് പീരീഡിൽ. ഇനി അതേ കാലഘട്ടത്തിൽ മോഡേൺ കാലഘട്ടത്തിൽ, നമ്മുടെ മിഡീവൽ കാലഘട്ടത്തിൽ എന്താ? മിഡീവൽ കാലഘട്ടത്തിലെ ഐഡിയോളജിയാണ് എന്ത്? സ്കൊളാക്റ്റിസം. ഹ്യൂമാനിസത്തിൽ നമുക്കറിയാം ആർക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്? മനുഷ്യനാണ്. മിഡീവൽ കാലഘട്ടത്തിലോ, മിഡീവൽ കാലഘട്ടം അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ ദൈവത്തിനാണ്. അപ്പോൾ സ്കൊളാക്റ്റിസം ആർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ? ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത്. അപ്പോൾ രണ്ട് ആശയം എന്ന് പറഞ്ഞാൽ, ഒരാശയം ദൈവത്തിന്, ഒരാശയം മനുഷ്യന്. മനുഷ്യന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത ആശയം ഹ്യൂമാനിസം, ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത ആശയം സ്കൊളാക്റ്റിസം. അപ്പോൾ ഈ രണ്ട് തമ്മിൽ ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ ക്രിസ്ത്യൻ തിയോളജി എന്ന് ഒന്നാണ് എന്ത്? സ്കൊളാക്റ്റിസം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നമ്മുടെ ഗോഡ് സെൻറ്ററാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഹ്യൂമാനിസം. ഈ ഒരു ചോദ്യം നമുക്ക് 3 മാർക്ക് പ്രതീക്ഷിക്കാം. ഇത് ടിസ്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഹൗ ഡിഡ് ദ എമർജൻസ് ഓഫ് ഹ്യൂമാനിസം ഇമ്പാക്ട് ദ കോഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി? ഈ ചോദ്യം പലപ്പോഴും കുട്ടികൾ മാറിപ്പോവാറുണ്ട്. തൊട്ടടുത്ത പഠിക്കാനുള്ള ചരിത്ര രചന ഉണ്ട്, ചരിത്രരചനയും ഹിസ്റ്റോറിയോഗ്രഫിയും ഉണ്ടല്ലോ. അവിടെ ഹിസ്റ്ററി എന്ന് കാണുമ്പോൾ നമ്മൾ ചോദ്യം ഒരിക്കലും ഫുള്ളായിട്ട് വായിക്കാതെ പെട്ടെന്ന് ഉത്തരം എഴുതും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അപ്പുറത്ത് എഴുതും, അപ്പുറത്ത് ചോദിക്കുമ്പോൾ അപ്പുറത്ത് എഴുതും. അപ്പോൾ മാറിപ്പോകരുത് ഒരിക്കലും. അപ്പോൾ ഈ കോഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി റിലീജിയൻ അങ്ങനെ ഇമ്പോർട്ടൻ്റ് കൊടുത്തു, ഹ്യൂമൻ സെൻറ്ററായിട്ട് മാറി, അങ്ങനെയുള്ള ചില പോയിന്റ്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞു, സ്കൊളാക്റ്റിസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഇനി അടുത്ത എസ്സേക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന ചോദ്യമാണ് റിനൈസൻസ് ആർട്ട്. എന്താണ് റിനൈസൻസ് ആർട്ട്? റിനൈസൻസ് ആർട്ട് ചോദിച്ചാൽ ഏതൊക്കെ എഴുതണം? പരീക്ഷ ചോദിക്കുകയാണ്, നവോത്ഥാന കാലഘട്ടത്തിലെ റിനൈസൻസ് അല്ലെങ്കിൽ കലയെക്കുറിച്ച് എഴുതുക എന്ന് എസ്സേ വന്നു. 5 മാർക്കിന് വന്നു. നമുക്ക് 5-ന് 5 കിട്ടണം. എസ്സേ എങ്ങനെ എഴുതണമെന്ന് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫുൾ മാർക്ക് എസ്സേ എങ്ങനെ കിട്ടണം, എസ്സേൻ്റെ ഫോർമാറ്റ് എങ്ങനെ എഴുതണമെന്ന് ക്വസ്റ്റ്യൻ സഹിതം ഉത്തരം സഹിതം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എന്ത് ചെയ്യുക? അത് നിർബന്ധമായിട്ട് കാണാം. ഇനി റിനൈസൻസ് ആർട്ടിൽ ആർട്ട് ചോദിക്കുമ്പോൾ ഏത് എഴുതണം? ചിത്രകല എഴുതണം. ചിത്രകല എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്സ് എഴുതണം. പിന്നെ ഏത് എഴുതണം? ശില്പകല എഴുതണം, സ്കൾപ്ചർ എഴുതണം. പിന്നെ വാസ്തുവിദ്യ എഴുതണം. വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. അപ്പോൾ ആർട്ട് ചോദിച്ചാൽ 3 എണ്ണം. ഓക്കെ, റെഡി ആണല്ലോ? ഇവിടെ മിഡീവൽ ഏജ് പെയിൻറ്റിങ്സും അതേപോലെ തന്നെ റിനൈസൻസ് കാലഘട്ടത്തിൽ പെയിൻറ്റിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്ക് ചോദിക്കാം. അപ്പോൾ ടിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആരും നമ്മൾ പ്രതീക്ഷിക്കാതെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതാണ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് പഠിച്ചു പോയാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം മിഡിൽ ഏജ് കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സിൻ്റെയും അതുപോലെ തന്നെ മോഡേൺ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സിൻ്റെയും പ്രത്യേകത 2 മാർക്കിന് എന്താ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ പെയിൻറ്റിങ്സിന് പ്രത്യേകത നമ്മൾ പറയുന്നില്ല. പിന്നെ ഈ ഫീച്ചേഴ്സ് ഇത് 1 വേർഡിൽ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് ചോദിക്കും. 1 വേർഡിൽ എന്ത് ചെയ്യും? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇത് പ്രത്യേകത ഒക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. നമ്മൾ ഡീറ്റെയിൽ പറയല്ല, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഓരോ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലിയാണ്ടോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ടതുണ്ടല്ലോ, ലാസ്റ്റ് സപ്പർ, മൊണാലിസ. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു കോഡാണ് ഡാ മോനെ സൂപ്പർ. ഡാ മോനെ സൂപ്പർ. ഡാ എന്ന് പറഞ്ഞാൽ ഡാവിഞ്ചി, മോനെ മൊണാലിസ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സപ്പർ അല്ലെങ്കിൽ അന്ത്യ അത്തായം.
ഇതൊക്കെ കോഡ് വെച്ച് നമ്മൾ പറയാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സ്, ഹിസ്റ്ററിയിൽ 9 പാഠങ്ങളുണ്ട്, എല്ലാ പാഠങ്ങളും കോഡ് സഹിതം എന്ത് ചെയ്യണം നമുക്ക് പഠിക്കണം. പിന്നെ മൈക്കലാഞ്ചലോൻ്റെ വരുന്നുണ്ട് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അന്ത്യവിധി അല്ലേ. മൈക്കലാഞ്ചലോ നമ്മൾ ജഡ്ജ്മെൻറ്റ് സാധാരണ വിളിക്കലെങ്കിൽ മൈക്കിലൂടെയാണല്ലേ, മൈക്കിലൂടെ. അപ്പോൾ മൈക്കലാഞ്ചലോ നോക്കുക, ജഡ്ജ്മെൻറ്റ് അതങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു റാഫേൽ എന്ന് പറഞ്ഞ ആളുണ്ട്. ഇത് ഈ റാഫേലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ റാഫേൽ പ്രധാനമായിട്ട് പറഞ്ഞത് ഹ്യൂമൻസ് ആസ് എ വൈസ് മോഡറേറ്റ് ആൻഡ് ദ ഡിഗ്നിഫൈഡ്, മനുഷ്യൻ എന്താണ് മിതവാദികളാണ് എന്ന് പറഞ്ഞ ആളാണ് ആര്, റാഫേൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇവിടെ നോക്കുക റാഫേൽ. ഇനി അതൊക്കെ നമ്മൾ പറയും. ഇവിടെ നോക്കുക, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന എസ്സേ പറഞ്ഞില്ലേ, ആർട്ട് പറഞ്ഞു നമ്മൾ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ആർക്കിടെക്ചറിൽ പറയുമ്പോൾ ഫിലിപ്പോ ബ്രൂണലെസ്കി ഇമ്പോർട്ടൻ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ പേര് നോക്കുക, ഫിലിപ്പോ ബ്രൂണലെസ്കി. പിന്നെ ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ ഡോംസ് എന്നാൽ ഈ താഴികക്കുടങ്ങൾ അല്ലേ, താഴികക്കുടങ്ങൾ എന്താണ് ഇവിടുത്തെ ഒരു ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇനി നമ്മൾ നോക്കുക റിനൈസൻസ് ലിറ്ററേച്ചർ നമുക്കറിയാം, ലിറ്ററേച്ചർ വർക്കുകളൊക്കെ അറിയാം. ഡാന്തെ, അദ്ദേഹത്തിനാണ് ഡിവൈൻ കോമഡി. അതുപോലെ തന്നെ അടുത്ത ആളാണ് ആര്, നമ്മുടെ പെട്രാർക്കിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് പെട്രാർക്കിൻ്റെ വർക്ക് ഏതാ, ഈ സോണറ്റ്സ് അഡ്രസ്സിങ് ലോറ അല്ലേ, ആ ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ. പിന്നെ ഡെക്കാമറ അല്ലേ, ബൊക്കാച്ചിയുടെ ഡെക്കാമറ. പിന്നെ നിക്കോളോ മാക്കിയവെല്ലിയുടെ പ്രിൻസ്. ഈ പ്രിൻസ് ഷോർട്ട് നോട്ട് ചോദിക്കുക 3 മാർക്കിന്. അത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ദ പ്രിൻസ് മാത്രം എന്ത് ചെയ്യുക, എടുത്ത് അവിടുന്ന് 3 മാർക്കിന് ചോദിക്കും. സെറ്റാണല്ലോ, സെറ്റാണ്. ഇനി അടുത്തത് നോക്കണേ. ഈ ഒരു ബോക്സ് 1 വേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇവിടെ ഇങ്ങനെ നോക്കുക, കണക്ട് ചെയ്യുക. നമുക്ക് ഇതിനൊക്കെ കോഡ് ഉണ്ട് കേട്ടോ, കോഡുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവും. ജസ്റ്റ് 2 കോഡ് മാത്രം പറയാം. ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഹോൾ നെതർലാൻഡ്, ക്രിസ്മസും ഹോളി നടക്കൽ നെതർലാൻഡിലാണ്. നെതർലാൻഡ് ഭൂമിയിലല്ലേ ക്രിസ്മസും ഹോളി നടക്കുക. ഇനി അടുത്തൊരു കോഡ് കൂടി പറയാം. നമ്മുടെ ടോപ്പ് മൂർക്കൻ ഇവിടെ ഇംഗ്ലണ്ടിലാണ്. ടോപ്പ് മൂർക്കൻ ഇംഗ്ലണ്ട്. രണ്ടും പാടെ കണക്ട് ചെയ്യാം. ഇംഗ്ലണ്ടിൽ ടൈൽസ് എന്ന കഥയാണല്ലോ, കാൻറ്റംബറി ടൈൽസ് കഥകൾ. പിന്നെ ജെഫ്രി ചോസർ. ഇംഗ്ലണ്ടിൽ ചോറ് തിന്നുമ്പോൾ കഥ പറയണം. അഥവാ ചോറ് തിന്നുമ്പോൾ കഥ പറഞ്ഞിട്ട് ചോറ് തിന്നിട്ടില്ലെങ്കിൽ ടോപ്പ് മൂർഖം വരും. 2 ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ കഥ പറയും, ചോറ് തിന്നുമ്പോൾ കഥ പറയും, അല്ലെങ്കിൽ എന്ത് വരും, ടോപ്പ് മൂർഖം വരും. ഓക്കെ, മറ്റിനൊക്കെ കോഡുകളുണ്ട്. നമ്മളിപ്പോൾ അത് ഒരുപാട് ലെങ്ത് ആവാൻ പാടില്ല, കുറച്ച് സമയമുള്ള നാളെയാണ് പരീക്ഷ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചാപ്റ്റർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാ ഒരു ക്വസ്റ്റ്യൻ ഇവിടെയാണ്. ഹിസ്റ്ററിയെ 3ആയി ഡിവൈഡ് ചെയ്ത 2 ആൾക്കാരുടെ പേര്, ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി അല്ലേ. ചരിത്രത്തെ 3 ആക്കി തിരിച്ചത് അല്ലേ. ഏതൊക്കെ ഘട്ടങ്ങളാക്കിയിട്ടാണ്, ആൻഷ്യൻ്റ് പ്രാചീനം, മധ്യകാലം, അതേപോലെ തന്നെ ആധുനിക കാലം എന്ന് തിരിച്ച 2 ആൾക്കാരാണ്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്ന 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. എക്സാം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നത് ആരാ പറഞ്ഞ ചോദിക്കാം. അവിടെ 2 കാര്യങ്ങളാണ്. മെൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരി വൺ ഈസ് ചൈൽഡ് എന്ന് പറയുന്നതും, അതേപോലെ തന്നെ ഇവിടെ വേറൊന്നുണ്ട്. നമ്മുടെ ഇദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗുഡ് ലോ ക്രിയേറ്റ് ഗുഡ് സിറ്റിസൺ, നല്ല നിയമം നല്ല പൗരൻ സൃഷ്ടിക്കുന്നു. ആ 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കണേ. അത് ആരാ പറഞ്ഞത് എന്ത് ചെയ്യുക, പരീക്ഷ ചോദിക്കുക, റുസോ ആണ്. പിന്നെ മൊണ്ടസ്ക്യൂവിൻ്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മൊണ്ടസ്ക്യൂവിൻ്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ വർക്ക് സ്പിരിറ്റ് ഓഫ് ലോ, നിയമത്തിൻ്റെ ആത്മാവ്. അതേപോലെ തന്നെ മറ്റൊന്നാണ്, ഇദ്ദേഹമാണ് ആദ്യമായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ 3ആയി ഡിവൈഡ് ചെയ്യണം, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ. നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, ഇങ്ങനെ 3ആക്കി തിരിക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് ആര്, മൊണ്ടസ്ക്യൂ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ്. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺ ലോക്കിൻ്റെ ഒരു കൃതി പറയും. ജോൺ ലോക്കിൻ്റെ കൃതി പറയുന്നുണ്ട്. ജോൺ ലോക്കിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇത്, ഏതാ, 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ആരുടേതാണ്, നമ്മുടെ ജോൺ ലോക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്. ഇനി ഇവിടെ 2 മാർക്കിന് ഞാൻ പറയുന്നൊരു ചോദ്യമാണ്. ഫിസിയോക്രാറ്റ്സ് എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്. ആരാണ് ഫിസിയോക്രാറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആരാണ് ഫിസിയോക്രാറ്റ്? അത് മലയാളത്തിൽ അങ്ങനെ തന്നെ പറയാം, ഫിസിയോക്രാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കണേ, എക്കണോമിക്സ്റ്റുകളാണ്, സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ആൾക്കാണ് ഫിസിയോക്രാറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാനുള്ള പ്രധാനമായിട്ട് 2 ആൾക്കാരുടെ പേരാണ് ടെർഗോയും നെക്കറും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഫ്രഞ്ച് വിപ്ലവത്തിൽ ഫിസിയോക്രാറ്റുകളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എങ്ങനെ 2 മാർക്ക് ചോദിക്കാം.
അപ്പോൾ നമ്മൾ ടെർഗോയ് നെക്കറിനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഫിസിയോക്രാറ്റുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അതിലുള്ളിൽ പറയുന്ന കാര്യമാണ്. സെപ്പറേറ്റ് ചോദിക്കാം 2 മാർക്കിന്. ഇതൊക്കെ ടെസ്റ്റ് ക്വസ്റ്റ്യനുകളാണ്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചോദ്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫിസിയോക്രാറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ടെർഗോയ് നെക്കറിനെ കുറിച്ചാണ് നിങ്ങളവിടെ സൂചിപ്പിക്കേണ്ടത്. സെറ്റാണല്ലോ. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ നോക്കുന്ന ഇവിടെ 2ാമത്തെ പാഠത്തിൽ നിന്ന് ഒരു ചോദ്യമാണ് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതുക. ക്രോണോളജിക്കൽ ഓർഡർ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ചോദിക്കണം, ഇതേ ചോദിക്കുള്ളൂ. ഇവിടെ 1ാമത്തെ ഡേറ്റ് പഠിക്കാനുള്ളത് ജൂൺ 1789. ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ത് ചെയ്തു വന്നത്? ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ആണെന്ന് വിളിച്ചതാണെന്ത്. അപ്പോൾ ജൂൺ 1789 ഒരു ഡേറ്റ്. ഇനി ടെന്നീസ് കോർട്ടോത്ത് നടന്നത് നോക്കണേ. ടെന്നീസ് കോർട്ടോത്ത് നടന്നത് 789 ജൂൺ 20. അപ്പോൾ ആദ്യത്തെ ഒരു ഡേറ്റ് നോക്കുക. ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ടെന്നീസ് കോർട്ടോത്താണ്. ജൂൺ 20 1789. 2ാമത്തെ ഇൻസിഡന്റ് എന്താണ്? നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷന്റെ ബിഗിനിങ് അല്ലെങ്കിൽ തുടക്കം എന്ന് അറിയപ്പെടുന്നതാണെന്ത്? ബാസ്റ്റിൽ കോട്ട തകരുന്നത് 1789 ജൂലൈ 14. അപ്പോൾ 2ാമത് നടന്ന സംഭവം എന്താണ്? കോട്ട ഒന്ന് പ്രതിജ്ഞയെടുത്തു, കോട്ട തകർത്തു. 2ാമത്തെ ഡേറ്റ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇത് നോക്കണേ. ഇവിടെ ഒരു കാര്യം നോക്കുക, ടെസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് പറയാം എന്താണെന്നുള്ളത്. പിന്നെ അടുത്ത 4 മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്താണ്? ഈ ഒരു ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകളും ഫ്രഞ്ച് റവല്യൂഷൻ തമ്മിലുള്ള ഒരു ബന്ധം, പ്രധാനമായിട്ടും ഫുഡ് ഷോർട്ടേജും ലൂയി 16 പോളിസികളുമാണെന്ത് ഇവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാരണം. ഈ 2 ആൾക്കാരുടെ പേരുണ്ട്, ഒളിമ്പിയ ദേഗുഷ് ഉണ്ട്, അതേപോലെ തന്നെ മാഡം ഞാൻ റോളുണ്ട്. ഇവിടെ ഒരു മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഇവരുടെ ഒരു ബുക്കാണ് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന് പറയുന്നത് അല്ലേ. അവരുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. നിങ്ങൾ നോക്കി പോണേ. അവിടെ 1 മാർക്കിന് ചോദിക്കാം. പിന്നെ ഇവിടെ എന്തുണ്ട്? മാഡം യാങ് റോളുണ്ട്, പ്രധാനപ്പെട്ട ആൾക്കാർ. ഇതിൻ്റെ റിസൾട്ടാണ് ഏതൊക്കെ അവസാനം പറയുന്ന 2 കാര്യങ്ങൾ. അതായത് 2 ഡേറ്റുകൾ നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നോക്കണേ. ഒരു ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. പിന്നെ ഇവിടെ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ്റെ ഐഡിയാസ് പറയുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ഒരു ചോദ്യം നോക്കണേ. ഫ്രാൻസിലെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്സ് സ്പിയേഴ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു ചോദ്യം. അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ അവസാനമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1792 ഡേറ്റ് വേണം. നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന പാർട്ടി വന്ന ഡേറ്റാണിത് 1792. അപ്പോൾ നേരത്തെ 2 ഡേറ്റ് പഠിച്ചു. ജൂലൈ 14 പഠിച്ചു, അതിന് മുമ്പ് ജൂൺ 20 പഠിച്ചു 1789. ഇത് 1792 എന്ന് പറയുന്ന ഒരു വർഷമാണെന്ത് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ 3 ഡേറ്റുകൾ നോക്കണേ. ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്ന് പറയുന്ന ചാപ്റ്റർ എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ഷോർട്ട് നോട്ട് സെപ്റ്റംബർ മസാക്കേഡ്, സെപ്റ്റംബർ കൂട്ടക്കൊല എന്താണെന്ന് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഗില്ലറ്റ് എന്ന് പറയുന്ന ഒരു മെഷീൻസ് നോക്കാം. ഓക്കെ, ഇടയിൽ നോക്കാം. ഇനി അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കിയ സമയത്ത് പുതിയ അടുത്ത ഡേറ്റ് ആണ് 1795. അപ്പം 3 ഡേറ്റ് പറഞ്ഞു, 4 ഡേറ്റ്. പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നാണത് 1795. പിന്നെ അവിടെ ഇങ്ങനെ പഠിക്കുമ്പോൾ നെപ്പോളിയനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗൽ റിഫോംസ് ഇത് ഒരുമിച്ച് ചോദിക്കുന്നതിന് പകരം എഡ്യൂക്കേഷൻ റിഫോംസും എക്കണോമിക് റിഫോംസും എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ചോദിക്കാം. പിന്നെ ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, കോണ്ടിനൽ സിസ്റ്റം എന്താന്ന്. ബ്രിട്ടനെ എക്കണോമിക്കലി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നെപ്പോളിയൻ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് എന്ത്? കോണ്ടിനൽ സിസ്റ്റം. പിന്നെ ഇവിടെ ഒരു 1 മാർക്കിന് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ടർലോ 1815 വാട്ടർലോ 1 മാർക്കിന് എന്താ പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും അവസാനമാണ് വിയന്ന കോൺഗ്രസ്. അതിൻ്റെ വർഷം നോക്കുക. അതേപോലെ തന്നെ നേതൃത്വം കൊടുത്ത ആളെ പേരാണെന്ത്? മെറ്റേണിച്ചി. പിന്നെ ഡിസിഷൻസ്. ഓക്കെ, ഡിസിഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ നെപ്പോളിയൻ്റെ റിഫോംസോ അല്ലെങ്കിൽ ഈ വിയന്ന കോൺഗ്രസിൻ്റെ ഡിസിഷൻസ് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 വേർഡ് നോക്കണം. 1815 മെറ്റേണിച്ചി. ഇത് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുമ്പോൾ ഒന്നും കൂടി പറയാം. ആദ്യം ടെന്നീസ് കോർട്ട് ഓത്ത്, പിന്നെ ബാസ്റ്റിൽ കോട്ട തകർത്തത്, അതിനുശേഷം നാഷണൽ കൺവെൻഷൻ അധികാരത്തിലെത്തിയത്, അതിനുശേഷം പുതിയ ഭരണഘടന വന്നത്. അവസാനം 2 കാര്യങ്ങളാണ് ഏറ്റവും അവസാനം 1815. ഒന്ന് വാട്ടർലോ, നെപ്പോളിയൻ തോറ്റ യുദ്ധം, അതേപോലെ തന്നെ വിയന്ന കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. 2 കാര്യങ്ങൾ അവസാനം നോക്കാം. അതാണ് അവിടുന്ന് ചോദിക്കാം. ഇനി 3ാമത്തെ പാഠം നോക്കണേ. 3ാമത്തെ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോണത് ഒരു ചില കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയി ഇവിടുന്ന് ചോദിക്കാം. ചില ടെസ്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവാം. ഒന്ന് നമ്മുടെ ലിമിറ്റേഷൻ ചോദിക്കാം.
കോമൺസ് നോളജിൻ്റെ സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ ലിമിറ്റേഷൻ പരിമിതികൾ എന്ത് ചെയ്യാം ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇവിടെ പരിമിതികൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ലിമിറ്റേഷൻ പറയുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റീരിയോ ടൈപ്സ് അല്ലെങ്കിൽ വാർപ്പ് മാതൃക എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ എടുത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നോക്കണേ, അത് അവിടെ ചോദിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞത് ലിമിറ്റേഷൻ ലൈൻ, ലിമിറ്റേഷൻ നിർബന്ധമായിട്ട് 4 മാർക്ക് ചോദിക്കും ലിമിറ്റേഷൻ എന്താണെന്നുള്ളത്. പിന്നെ അടുത്ത ഭാഗം നോക്കാം, സോഷ്യൽ അനാലിസിസ്, സാമൂഹിക വിശകലനം എന്താണെന്ന് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 1 മാർക്കിനാണ് ചോദിച്ചത്, ഡെഫിനിഷൻ എന്നിട്ട് എന്താണെന്ന് ചോദിച്ചത് സോഷ്യൽ അനാലിസിസ് നോക്കാം. അപ്പോൾ ഈ പ്രാവശ്യം 2 മാർക്ക് എന്ത് ചെയ്യാം ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് നോക്കാം, ഇവിടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്ന് പറയും. ആ ഐഡിയ കൊണ്ടുവന്ന ആളെ പേരാണ് ചാൾസ് റൈറ്റ് മിൽസ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ബുക്കിൻ്റെ പേരാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇവിടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പ്രത്യേകതയാണ്, 6 പ്രത്യേകതയുണ്ട്. അപ്പോൾ 6 പ്രത്യേകത നോക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പം ഇതിൽ ഓരോ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ ഓരോ ഉദാഹരണങ്ങൾ തന്നിട്ട് അത് എങ്ങനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷനോട് തിങ്ക് ചെയ്യുക എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല. അതേപോലെ തന്നെ എടുത്തുള്ളത് ചോദിക്കുന്ന ചോദ്യമാണ് സെൽഫ് റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത്. സ്വയം പ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്ത് ചെയ്യുക ഇവിടെ 1 മാർക്ക് 2 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഉള്ളിലൊരു ചോദ്യമുണ്ട് ഇവിടെ. ഓക്കെ, നമ്മൾ വിശദമായിട്ട് ക്ലാസ് എടുക്കാന്നല്ലല്ലോ, ക്വസ്റ്റ്യൻ പരിചയപ്പെടാന്നല്ലേ. ഇനി അടുത്തൊരു ചോദ്യം നോക്കണം. ഏറ്റവും അവസാനത്തെ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞോ സമൂഹ സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ എന്ത് ചെയ്യുക ചോദിക്കാം. 4 മാർക്കോ 3 മാർക്കോ ചോദിക്കാം. പിന്നെ ഏറ്റവും അവസാനം ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു 3 മാർക്കിന്. സാമാന്യ ബോധജ്ഞാനവും സമൂഹ സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുക 3 മാർക്ക് ചോദിക്കും. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ നോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നാളത്തെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണോ അതുവരെ പഠിച്ചത് ആ രീതിയിൽ തുടർന്ന് പോവുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് 9 പാഠങ്ങൾ സിമ്പിളായിട്ട് നമ്മൾ കവർ ചെയ്യും, സിമ്പിളായിട്ട് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ തുടർന്ന് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റിൽ പറയുക. ഓക്കെ, താങ്ക്